ഇവിടെ ഒരു വിഷയം എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ ചില സമയത്ത് ഈ ക്രൂഡ് ഓയിൽ പോലെ അതിൻ്റെ അകത്ത് അവിശ്വാസം ഉണ്ടാകും. സ്നേഹത്തിൽ ക്രൂഡ് ഓയിൽ പോലെ കാപട്യവും ഉണ്ടാകും. ദൈവത്തിൻ്റെ പണി എന്താണ്? ഇത് റിഫൈൻ ചെയ്യുകയാണ് ചെയ്യണത്. വിഷയം വെച്ചാണ് ഇത് റിഫൈൻ ചെയ്യണത്. നമ്മൾ എന്ത് പറഞ്ഞാലും, ഞാൻ ഒത്തിരിയേറെ മനുഷ്യരെ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് എന്ത് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ഒരാൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് ദൈവമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഏൽക്കത്തില്ല, പ്രൂഫ് ചെയ്യാൻ പറയും. അത് ദൈവം സത്യസന്ധമായത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല പ്രാർത്ഥനയും ഡാമേജായി പോണത്. നിങ്ങളിപ്പോൾ ഒരു 100 പ്രാർത്ഥിച്ച് വിചാരിച്ചോ, 99 ഡാമേജാണ്. ഡാമേജ് അവസ്ഥ അറിയാമല്ലോ. ദൈവത്തിൻ്റെ പണ്ട് പോലെ ഉള്ള ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയണത് ഈ ഊനമറ്റ കുഞ്ഞാടിനെ സ്വീകരിക്കത്തുള്ളൂ. കൊമ്പൊടിയരുത്, കണ്ണ് കോങ്കണ്ണാകരുത്, ചട്ടക്കാലുണ്ടാകരുത്. വെടപ്പാട് ഊനമറ്റ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലേവ്യ 16:8. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി ഹല്ലേലൂയ. എൻ്റെ യേശുവേ ദിവ്യകാരുണ്യമേ, നിത്യ സ്നേഹമായ എന്നിൽ നീ വന്നു വാഴണേ. എൻ്റെ യേശുവേ ദിവ്യകാരുണ്യമേ, നിത്യ സ്നേഹമായ എന്നിൽ നീ വന്നു വാഴണേ. ഉച്ചത്തിൽ ചെറുപാടാ. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിത്യ സ്നേഹമായ എന്നിൽ നീ വന്നു വാഴണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. ലേവ്യർ 22:21 മുതലുള്ള തിരുവചനങ്ങൾ. ലേവ്യർ 22:21. ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭീഷ്ട കാഴ്ചയും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം. അതിന് ഒരു ന്യൂനതയും ഉണ്ടായിരിക്കരുത്. ഇതൊന്നിട്ട് വായിച്ചേ. ലേവ്യർ 22:21. ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭീഷ്ട കാഴ്ചയും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം. അതിന് ഒരു ന്യൂനതയും ഉണ്ടായിരിക്കരുത്. ഇതാണ് ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ്. അതാണ് നമ്മുടെ പ്രാർത്ഥനയായാലും ശരി, അതിൻ്റെ അകത്ത് കാപട്യം ഉണ്ടാവരുത്. വിശ്വാസമായാലും ശരി, അതിൻ്റെ അകത്ത് അവിശ്വാസം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ആ കുട്ടിയുടെ അപ്പൻ മുൻകൂർ ജാമ്യം കൊടുക്കുന്നത്. കാര്യം ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എനിക്ക് കുറച്ച് അവിശ്വാസമുണ്ട്. പക്ഷെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതാണ് 9:24 മർക്കോസിന്റെ. ഒന്നിന് വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 9:24. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. 23 വായിച്ചേ. 9:23. യേശു പറഞ്ഞു കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. പിശാച് ബാധിച്ച ഒരു മകന്റെ അപ്പനാണ് ഈ വിഷമം. ആ പിശാച് ബാധിച്ച മകനെ ഈശോന്റെ അടുത്ത് കൊണ്ടുവരണതാണ്. അപ്പോസ്തലന്മാരടുത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യാൻ ഒത്തില്ല, സുഖപ്പെടുത്താൻ ഒത്തില്ല. അവരുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്കിത് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കും. ആ ചോദ്യമാണ്. ഇതെപ്പോഴും എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട്. ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? എനിക്കിത് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? അപ്പോൾ അയാൾ പറയും, ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ ഞാൻ കാറ്റഗറിസമൊന്നും പഠിച്ചിട്ടില്ല, ദൈവശാസ്ത്രവും പഠിച്ചിട്ടില്ല, ഞാനിത് ഇതിൻ്റെ പുറത്തുള്ള ആളാണ്. പക്ഷെ നോക്കിയേ, യഹൂദനല്ല
അയാൾ യഹൂദനല്ല, അയാൾക്ക് ദൈവവചനമൊന്നും ബൈബിളൊന്നും അറിയത്തില്ല. പക്ഷേ ഈ വചനവും ബൈബിളൊന്നും അറിയത്തില്ലെങ്കിലും നമ്മുടെ കയ്യിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഇവിടെ അക്രൈസ്തവരത്തിന് സാക്ഷ്യം പറയാൻ കാര്യത. അവർക്ക് വചനവും ബൈബിളൊക്കെ അറിയണ കുറവായിരിക്കും, പക്ഷെ അവർക്ക് ഈശോയിൽ വിശ്വാസമുണ്ട്. അതാണ് എൻ്റെ വിഷയം. അപ്പോൾ ഈ വിശ്വാസത്തിൽ അയാൾ പറയണത്, ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എനിക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട്. അതെന്ത് ചെയ്യണം? എൻ്റെ അവിശ്വാസം നീ പരിഹരിക്കണം. അതായത് അവിശ്വാസം നീ പരിഹരിക്കണം. അല്ലാതെ ഈ ഉള്ള വിശ്വാസം വെച്ചുകൊണ്ടിരിക്കുന്നത് തരാൻ പറഞ്ഞിരുത്. ഇപ്പം 40 രൂപ അല്ലെങ്കിൽ 37 രൂപയുടെ അരിക്ക് എൻ്റെ കയ്യിൽ 14 രൂപയുണ്ട്, 1 കിലോ അരി തരാൻ പറഞ്ഞാൽ തരത്തില്ല. അതാണ് വിഷയം. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഈ കച്ചവടത്തിന് വരുന്നൊരു മിസ്റ്റേക്ക് അതാണ്. ഇതിൻ്റെ അകത്ത് ബാക്കി കൂടി റീഫണ്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഫെയ്ത്ത് വേണം. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണ്? എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എന്താണ്, അവിശ്വാസം കുറച്ച് കാണും. കാര്യം അവിശ്വാസം കാണുമെന്ന് പറഞ്ഞ കാര്യം സത്യമായ കാര്യം വെച്ചാൽ ഇയാൾ ഒത്തിരി പണി മേടിച്ചിരിക്കുന്ന ആളാണ്. നമ്മൾ ആ 20 പോലെ ഒന്ന് വായിച്ചേ, 9:20 പോലെ മർക്കോസിന്റെ സുവിശേഷം. ശ്രുതിക്കട്ടെ. ഒരു 9:16 വായിക്കുക. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അപ്പം ഇയാളുടെ ഈ പിശാചബാധൻ അപസ്മാര രോഗിയാണ്. നുരയും പതൊക്കെ ചാടിക്കണ ജന്നി അസുഖം, ഫിക്സൊക്കെ വരുന്ന ആളാണ്. അപ്പം ആ കാലങ്ങളിലെ ജന്നിയെ ഇതുപോലെ തന്നെ ഈ അപസ്മാരത്തേക്ക് അതിനും പിശാചബാധയുടെ ചേഷ്ട കാണിക്കുന്ന കാരണം ചിലർ പിശാചബാധയാണ് ധരിച്ചിരുന്നത്. അപ്പോൾ അത് ഇയാളെ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാർക്ക് കാണിക്കും, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കാണിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഇയാൾ അവിശ്വാസം പരിഹരിക്കണമെന്ന് പറയണത്. കാര്യം അപ്പോസ്തലന്മാരുടെ അടുത്ത് മാത്രമല്ല ഈ ചോട്ടനെ കുട്ടിയും കൊണ്ട് വന്നിരിക്കുന്നത്. ക്ഷേത്രങ്ങളെല്ലാം ഇതുപോലെ അനുഗ്രഹപ്പാടുകളെല്ലാം ഈ രോഗം കൊണ്ട് പോയിട്ടുണ്ട് അയാൾ. അതാണ് പ്രശ്നം. അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി പണി മേടിച്ചിരിക്കുന്ന കാരണം പല പള്ളികളിൽ പോയിട്ടുണ്ട്, പല നൊവേന നടത്തിയിട്ടുണ്ട്, പല ധ്യാനകേന്ദ്രത്തിൽ പോയിട്ടുണ്ട്, സംഭവം നടന്നിട്ടില്ല. അപ്പോൾ നടന്ന് മടുത്തിട്ട് ഇപ്പോഴും ആ മനുഷ്യൻ വിശ്വാസം നിലനിർത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കണം. അയാൾ ചില്ലറപ്പുള്ളിയല്ല ശരിക്കും. പല സ്ഥലങ്ങളിൽ പോയി ഈ രോഗത്തിന് വേണ്ടിയും സാമ്പത്തിക തകർച്ചയ്ക്ക് വേണ്ടിയും ജോലി കിട്ടാൻ വേണ്ടിയും PR വേണ്ടിയും IELTS വേണ്ടിയും വസ്തു വിൽക്കാൻ വേണ്ടിയും ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയും കുടുംബസമാധാനത്തിന് വേണ്ടിയും മക്കളുണ്ടാകാൻ വേണ്ടിയും ഒത്തിരി ഇടങ്ങളിൽ പോയി കണ്ടും കേട്ടും തളർന്ന് പോയൊരു മനുഷ്യനാണ് ഇയാൾ. എന്നിട്ട് ഈ മനുഷ്യനിൽ വിശ്വാസം അവശേഷിക്കുകയാണ് ക്രിസ്തുവിനെ കാണുമ്പോൾ. അതുകൊണ്ടാണ് ക്രിസ്തു ഇവനോട് ചോദിക്കണത്, ഇത്രയും ഓടി തളർന്നതല്ലേ, പല അനുഗ്രഹത്തിൻ്റെ ഇടങ്ങളിൽ പോയതല്ലേ, അതിൻ്റെ പരിക്കുകൾ വാങ്ങിച്ചതല്ലേ, മനസ്സിടറിയതല്ലേ, നിരാശ വന്നതല്ലേ, പരാജയം തോന്നിയതല്ലേ, ഇപ്പോഴും വിശ്വാസം ഉണ്ടോ എന്ന് പറയുമ്പോൾ അയാൾ സത്യസന്ധമായിട്ട് പറയും, എന്താണ്, ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ പരാജയം വാങ്ങിച്ച കാരണം എനിക്കിപ്പോൾ ഒന്നിലും വിശ്വാസമില്ലാത്തൊരവസ്ഥയാണ്. അത് തുറന്ന് പറയണം ആ മനുഷ്യൻ. കൈയിട്ടിച്ച് വിശ്വാസം ഉണ്ടാകുമ്പോൾ അത് പരിഹരിച്ച് കൂടെ നിർത്തണമേ, സ്വന്തമാക്കണമേ. സ്നേഹത്തിൻ പൂനിലാവേ ഇന്നുള്ളിൽ സ്നേഹരാജാവേ ഇന്നും ഇന്നുള്ളിൽ സ്നേഹത്തിൻ പൂനിലാവേ ഇന്നുള്ളിൽ അവിശ്വാസം ഒന്നല്ല,
അനുഭവങ്ങളിലൂടെ വന്നിട്ടുള്ള പരാജയങ്ങളാണ് പലപ്പോഴും ഈ അവിശ്വാസത്തിൻ്റെ ഒരു കാരണം. ഇതുവരെ ഒരു അടയാളം കണ്ടിട്ടില്ല, അങ്ങനെ വരും ചിലർക്ക് എന്തുകൊണ്ടാണ് അവിശ്വാസം വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഒരു അടയാളം അവർ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആവശ്യം. പക്ഷെ അതുകൊണ്ട് എന്താ ചെയ്യണം അവർ തുറന്ന് പറയണം, കർത്താവേ, എൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെയുള്ള കാഴ്ച, എൻ്റെ യാത്രയിൽ എനിക്ക് ഒരു കോൺക്രീറ്റ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഞാൻ പല സ്ഥലങ്ങളിലും ആശ്രയിച്ചിട്ട് അവിടുന്ന് എനിക്ക് വൃത്തിയിട്ടുള്ള ഒരു ആശ്വാസം ലഭിച്ചിട്ടില്ല. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അവിശ്വാസം പരിഹരിക്കണമേ, അത് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടതാണ് ഉടമ്പടിയിൽ. എന്താണ് ടാർഗറ്റ് ചെയ്യുന്നത്? അവിശ്വാസം പരിഹരിക്കണമേ. ഈ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് നമ്മൾ നാക്കുകൊണ്ട് പട്ടിക പറയണതിന് പകരം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ചെയ്യേണ്ടത്? പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഇതിനൊക്കെ എല്ലാം ഒരു ടിപ്പുകൾ തരിക നിങ്ങൾക്ക്. എന്നുവെച്ചാൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ഉടമ്പടിയിലുള്ള എല്ലാം വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നില്ലേ? അപ്പോൾ അവിശ്വാസം പരിഹരിക്കേണ്ടത് അങ്ങനെയാണ്. അല്ലാതെ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് 101 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ടേക്ക് ദ ബെഡ് ഫോർ യാക്കോബ് 2:13 വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. യാക്കോബ് 2:24 സോറി. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. ഇതാണ് പ്രശ്നം. അപ്പൊ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു 1001 പ്രാവശ്യം അവിശ്വാസം പരിഹരിക്കണമേ അങ്ങനെ ഞങ്ങളെല്ലാം 2 ചെമ്പരത്തി പൂ എടുത്ത് ചെവി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വട്ടാളെങ്കിലും ധരിച്ചോളും, വർക്കൗട്ട് ചെയ്യത്തില്ല. കാരണം വിശ്വാസം പരിഹരിക്കപ്പെടുന്നത് നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തി വഴിയാണ്. അതുകൊണ്ടാണ് യാക്കോബ് 2:24 നമ്മൾ വായിച്ചത്. എന്താണ്? വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു പറഞ്ഞ് വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അറിഞ്ഞുകൊണ്ടിരുന്ന കാര്യമൊന്നുമില്ല. വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. മനസ്സിലായില്ലേ? നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. അപ്പം അവിശ്വാസം പരിഹരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ശ്രദ്ധി പറ. നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. അല്ല, നാക്കിൻ്റെ അടുത്തൊരു കാര്യമില്ലെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു വിഷയം, ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്താ? അവരുടെ പേരെന്നാ? മിനി ജോസഫ് മണലിത്തറ എവിടെ സ്ഥലം? ചന്ദ്രല, തൃശ്ശൂർ. അപ്പം മിനി ജോസഫിൻ്റെ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അപ്പം മിനി ജോസഫ് ഇവിടെ വരുമ്പോൾ, മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ 4 രോഗങ്ങളാണ് ക്യാപിറ്റൽ ഡിസീസ്. എന്തൊക്കെ വെച്ചാൽ, 1 പാർക്കിൻസൺസ്, കൈയും കാലും വിറച്ചോണ്ടേയിരിക്കും. പിന്നെ എന്താണ്? സ്പോണ്ടിലോസിസ്, പിൻകഴുത്തിൻ്റെ കുഴവെട്ടി രോഗങ്ങളുണ്ടായിരിക്കും. പിന്നെ അവർക്കുണ്ടായത് ഒരു അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. അപ്പോൾ എത്രയായി? പിന്നെ 4ാമത്തെ രോഗം എന്താണ്? ഒരു സ്ട്രോക്ക് വന്ന ആൾ. അറ്റാക്കല്ല, ഒരു സ്ട്രോക്ക് വന്ന ആളാണ്. 4ാമത്തത് ഇവർക്ക് ഇയർ ബാലൻസ് പോയ ആളാണ്. സംസാരിക്കുമ്പോൾ ടക്ക്. അപ്പോൾ എന്തൊരു ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ 4 ഡിസീസിന് ജീവിക്കാൻ പറ്റത്തില്ല. ഇതിൽ 4 ഒരെണ്ണം വന്നാൽ ജീവിക്കാൻ പാടാണ്. ഈ 4 ഡിസീസ് ഉള്ള ആളാണ്. കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷിയാണ്. അപ്പീരുണ്ട് 15,000 കണ്ടിട്ടുള്ള ആൾക്കാരാണ്. എന്നാ കാര്യം അറിയത്തില്ല. ഗംഭീര ലോകോത്തര സാക്ഷ്യങ്ങളാണ് മാതാവ് ചെയ്യണത്. അപ്പം നിങ്ങൾ ഷെയർ ചെയ്യാത്ത കൊണ്ടാണ് ആൾക്കാർ കാണാത്തത്. അതിൻ്റെ കുറ്റം നിങ്ങളുടെ കയ്യിൽ വരും അവസാനം. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ഒരു ക്യാമറാമാനെ എടുത്ത് ഇത് ഒപ്പിയെടുത്ത് എഡിറ്റ് ചെയ്ത് അപ്പ് ചെയ്യണമെങ്കിൽ എഡിറ്റിംഗ് സ്യൂട്ട് വേണം. അതിന് 8 ലക്ഷമോ 9 ലക്ഷം രൂപയാണ് എഡിറ്റിംഗ് സ്യൂട്ടിൻ്റെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പം അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ദൈവവചനം തരുമ്പോൾ നിങ്ങൾക്ക് ചുമ്മാ കൈകൊണ്ടൊന്ന് തൊട്ടാൽ മതി, അപ്പം ഷെയറാകും. അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നിങ്ങളുടെ അവിശ്വാസം പരിഹരിക്കപ്പെടാനുള്ള ഏറ്റവും വഴി എന്താണ്? നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ ഒരു ബട്ടണോട് കുത്തുവെച്ച് കൊടുത്താൽ മതി, ആ സാധനം എല്ലാവർക്കും കിട്ടും. എന്നിട്ട് ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിശ്വാസം പരിഹരിക്കും. നിങ്ങൾ എന്താണ്? വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം. പ്രാർത്ഥിക്കുക, കർത്താവേ അവിശ്വാസം പരിഹരിക്കാൻ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് സാധിച്ചെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഡിന്നി ജോയ്. ഞാൻ തൃശ്ശൂർ സ്നേഹപുരം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2020 ജനുവരി 5-നാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് 2 വർഷം കൊറോണയുടെ അത് കാരണം ഞാൻ അത് ഉടമ്പടിയിൽ നിന്ന് വിട്ടുനിന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ 2022 ഞാൻ ഉടമ്പടി പുതുക്കിയത് ഭർത്താവിൻ്റെ ജോലിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു. ആൾ ബഹ്റൈനിലായിരുന്നു ജോലി ചെയ്യുന്നത്. അവിടെ നിന്ന് ആൾക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ മൂലം ജോലി റിസൈൻ ചെയ്ത് പോരേണ്ടി വന്നു. ആളുടെ കാലിൻ്റെ മുട്ടുഭാഗത്തേക്ക് ഒരു 8 വർഷമായിട്ട് ഇങ്ങനെ മിന്നൽ പോലൊരു വേദന വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അത് മുട്ടുവേദനയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്നിട്ട് എല്ലിൻ്റെ ഡോക്ടറെയൊക്കെ കാണിച്ചു. പക്ഷേ എല്ലിനൊന്നും പ്രശ്നമില്ല. എക്സ്റേ എടുത്തു, പ്രശ്നങ്ങളില്ല. പിന്നെ അത് വേദന ഇടയ്ക്കിടയ്ക്ക് വന്നായിരുന്ന വേദന കൂടി വന്നു. എന്നിട്ട് ഞങ്ങൾ ഫിസിഷ്യനെ ധന്യ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനെ കാണിച്ചു. അപ്പോൾ ഫിസിഷ്യൻ കാല് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു, ചേട്ടൻ്റെ കാലിൻ്റെ തുടയമേ ഒരു വലിയ മുഴയുണ്ടെന്ന് പറഞ്ഞു. ആ മുഴ ഞരമ്പുമ്മേ ടച്ച് ചെയ്യുമ്പോഴാണ് വേദന മുട്ടിലേക്ക് പാസ് ചെയ്യണേന്ന് പറഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു സർജനെ കാണാം. അപ്പോൾ സർജൻ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഹാർട്ട് ഹോസ്പിറ്റലിലെ ദേവപ്രസാദ് ഡോക്ടറെ പോയി കണ്ടു. ആൾക്ക് ഡേറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് പെങ്ങൾ വഴി ഞങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പറ്റി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷനാണ് വേണ്ടത്. കാരണം അപ്പോൾ അതിന് മുമ്പ് സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് ചെന്നപ്പോൾ ആൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണം. കാരണം മുഴ ഇച്ചിരി വലുതാണ്, ഉള്ളിലേക്കാണ് മുഴ നിൽക്കുന്നത്. വലിപ്പം പുറത്തേക്ക് കുറവാണ്, ഉള്ളിലേക്ക് ആണ് കൂടുതൽ. അത് ഞരമ്പുമായിട്ട് പറ്റി പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പേടിയോട് ചോദിച്ചു, ആ മുഴ എന്തെങ്കിലും കുഴപ്പമുള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, കുഴപ്പമില്ലാണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ആ മുഴ നമ്മൾ ആ ഞരമ്പുമ്മ പറ്റി പിടിച്ചിരിക്കണ കാരണം അത് വിട്ടുപോരാൻ ബുദ്ധിമുട്ടായാൽ ഒരു പക്ഷേ നമുക്ക് ആ ഞരമ്പ് കട്ട് ചെയ്യേണ്ടി വരും. ഞരമ്പ് കട്ട് ചെയ്താൽ പാദം ഉള്ളിലേക്ക് വളയും, കാല് ചട്ടുകാല് പോലെ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്കാകെ പേടിയായി. വേഗം ഞങ്ങൾ ഓപ്പറേഷൻ്റെ ഡേറ്റ് അന്ന് എടുത്തില്ല. ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് നാളെയാണെന്നുണ്ടെങ്കിൽ നാളെ എമർജൻസി ആയിട്ട് ഓപ്പറേഷന് കയറാം, നിങ്ങൾ നാളെ ഓപ്പറേഷനായിട്ട് വന്നോളൂ, ഇവിടെ കാഷ്വാലിറ്റിയിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും സീരിയസ് ആണ് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾ ഡോക്ടറെ അന്ന് അപ്പോയിൻമെൻ്റ് എടുത്തില്ല. ഞങ്ങൾ പിറ്റേ ദിവസം ഇവിടെ അച്ഛനെ വന്ന് കണ്ടു. അപ്പോൾ അച്ഛൻ ആ ചേട്ടൻ്റെ ആൾത്താരയിൽ മുട്ടുകുത്തി മുഴയുമ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് സൈത്ത് കൊടുത്ത് പറഞ്ഞു ഇത് ബാത്റൂമിൽ പോയി പുരട്ടിയിട്ട് നീ പ്രാർത്ഥിച്ചോ, നിനക്കൊരു പ്രശ്നവും വരില്ല, നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ ആദ്യം ഓപ്പറേഷൻ ഡേറ്റ് എടുത്തു. ഓപ്പറേഷൻ ഒത്തിരി മേജർ സർജറി ആയത് കാരണം
ഞങ്ങൾ വൈകിയാണ് ഓപ്പറേഷന് കയറ്റിയത്. എല്ലാ ഓപ്പറേഷൻസിനും ശേഷമാണ് ഓപ്പറേഷന് കയറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ എൻ്റെ നിന്ന് സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിച്ചു. കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ആശുപത്രിക്ക് യാതൊരു ഉത്തരവാദിത്തമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിച്ചു. അപ്പോഴാണ് എനിക്ക് കൂടുതലും ഇത് സംഭവിക്കാൻ പോവുകയാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നത്. അപ്പം മുതൽ ഞാൻ അച്ഛൻ്റെ ആരാധന, ഇവിടുത്തെ ഉടമ്പടി ധ്യാനം വെച്ച് തന്നെ ഐസിയുവിൻ്റെ മുന്നിൽ നിർത്തിയില്ല. അപ്പോൾ എന്നെ റൂമിലേക്ക് പറഞ്ഞു വെച്ചു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊറോണയുടെ ഒരു പ്രോബ്ലംസ് കാരണം വേറെ ആരും ബൈ സ്റ്റാൻഡേർഡ്സിനെ നിർത്തിയില്ല. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം വെച്ച് ആരാധന വെച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഓപ്പറേഷൻ കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് ഐസിയുവിൻ്റെ മുന്നിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഫോൺ വന്നു. ഞാൻ ഐസിയുവിൻ്റെ മുന്നിലേക്ക് ചെന്നു. അപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു, ഒരു പ്രശ്നവും ഇല്ല, ആ മുഴ പറ്റി പിടിച്ചിരുന്ന മുഴ ആ ഞരമ്പ് അടർന്ന് പെട്ടെന്ന് താഴേക്ക് പോന്നു, പ്രശ്നങ്ങളൊന്നുമില്ല, കാലിനൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ബയോപ്സിക്ക് അയച്ചു. ബയോപ്സി 7 ദിവസത്തിൻ്റെ റിസൾട്ട് വന്നു. ബയോപ്സിയിലും കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. അതിനുശേഷം ഒരു 3 മാസങ്ങൾക്ക് ശേഷം ചേട്ടന് ഒരു വയറുവേദന വന്നു, ഭയങ്കരമായിട്ടുള്ള വയറുവേദന. അപ്പോൾ അത് പനിയൊന്നും ഉണ്ടായിരുന്നില്ല, വയറുവേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ പോയി കണ്ടപ്പോൾ അയാൾ പറഞ്ഞു കൗണ്ട് ഇത്തിരി കുറവുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ വേറെ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴേക്കും വയറുവേദന ഭയങ്കര കാണിച്ച, അയാൾക്ക് കിടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ഞങ്ങൾ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ കൗണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു കൗണ്ട് വളരെ കുറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു കൗണ്ട് വളരെ കുറഞ്ഞു, ഡെങ്കു ഫീവർ ആണെന്ന് പറഞ്ഞു. ആൾക്ക് പനിയേക്കാളധികം വയറുവേദനയായിരുന്നു. വയറുവേദന കൊണ്ട് ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എന്നിട്ട് ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അന്ന് വൈകുന്നേരം തുടങ്ങി ആൾ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി ഒടുങ്ങി. ആൾക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, വേദന തന്നെ. അപ്പോൾ ആൾ ICUലേക്ക് മാറ്റാം എന്നുള്ള ഒരു ഇതിൽ നിൽക്കായിരുന്നു. അപ്പോൾ ആൾക്ക് പേടി, ഭയങ്കര പേടി, ഇത് എന്താണ് എനിക്ക് സംഭവിക്കണമെന്നുള്ളതൊന്നും ആൾക്ക് അറിയണില്ല. അപ്പോൾ ഞാനപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തൈലം പുരട്ടി കൊടുത്തു, വെള്ളത്തിൽ ഉപ്പ് കലക്കി അത് കൊടുത്തു, തേൻ കൊടുത്തു. അത് കഴിഞ്ഞാൽ കാശുരൂപം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ ഇത്രയും ഭയങ്കര പേടി കാണിച്ചപ്പോൾ ഞാൻ ആ കാശുരൂപം കൊന്തയിൽ കെട്ടിക്കൊടുത്തു. അപ്പോൾ ആൾ കാശുരൂപത്തുമ്മ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, എൻ്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഈശോയും മാതാവും വന്ന് നിൽക്കണം ഞാൻ കണ്ടു. ഒരു വലിയൊരു സൗണ്ട് എന്നെ കടന്നു പോയതായിട്ടും ആൾ പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ, അത് കുറവില്ല, ഒരു ICUലേക്ക് മാറ്റാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക്, തൃശ്ശൂർ ദയാ ഹോസ്പിറ്റൽ, എലൈറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറാൻ തീരുമാനിച്ച് അവിടെ നിന്ന് ഞങ്ങൾ എലൈറ്റിലേക്ക് പോന്നു. എലൈറ്റിലേക്ക് പോന്ന് അവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും വീട്ടിലേക്ക് വിടാൻ പറ്റില്ല, ആളിതിരി സീരിയസ് കേസാണ്, പക്ഷേ ഇവിടെ റൂമില്ല, വാർഡില്ല, നിങ്ങൾ എവിടെ റൂമോ വാർഡോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് എത്രയും പെട്ടെന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആകെ പേടിയായി. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ആശുപത്രിയിലേക്ക് ഇനി പോവില്ല, ഞാൻ വീട്ടിലേക്ക് പോവുള്ളൂ, വീട്ടിൽ ഇന്ന് പോയിട്ട് നാളെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞു. ആളുടെ വാശിയുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ 2 ദിവസമായി ആൾ ഈ പ്രശ്നം കാരണം ഉറങ്ങിയിട്ടില്ല. വീട്ടിൽ വന്നു, ആൾ സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞങ്ങൾ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട്, ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് പോന്നപ്പോൾ 50,000 ഉണ്ടായിരുന്ന കൗണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ ക്ലിനിക്കിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ 1,50,000 ആയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആദ്യം പോയി ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു, ഡെങ്കു നെഗറ്റീവായി. കൗണ്ട് അതിൽ 2 ലക്ഷത്തിലും മേലെയായി. അങ്ങനെ അതിൽ നിന്നും പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. പിന്നെ 3ാമത്തെ എൻ്റെ സാക്ഷ്യം, എനിക്ക് ഒരു 30 വർഷം, ഞാൻ ചെറുതായിരിക്കുമ്പോൾ തുടങ്ങി എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട്. യൂറിൻ ഇൻഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിൻ ഇൻഫെക്ഷൻ വരും, അതിശക്തമായ പനിയും വിറയിലും ഒക്കെ വരും. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എവിടേക്കെങ്കിലും ദൂരയാത്ര പോകാൻ എനിക്ക് പറ്റില്ല. ദൂരയാത്ര പോയി കഴിഞ്ഞാൽ യൂറിൻ അധികം പാസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ വരും, വെള്ളം അധികം കുടിച്ചില്ലെങ്കിൽ അപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ വരും. അങ്ങനെ ഞാനത് പരിശുദ്ധ മാതാവിൻ്റെ അടുത്ത് ഞാനത് ഉടമ്പടിയിൽ വെച്ചു, എൻ്റെ ഈ ബുദ്ധിമുട്ട് എനിക്ക് മാറ്റി തരണം എന്ന് വെച്ചു. എനിക്ക് അത് പൂർണ്ണമായും മാറിക്കിട്ടി. അതിനു മുമ്പ് ഞാൻ ഇത് വളരെ സിവിയറായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് അന്ന് ഒട്ടും പറ്റാത്ത അവസ്ഥ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോണതിന് മുമ്പ് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തതിൽ ഉപ്പും തേനും ഉടമ്പടി തൈലും ഒഴിച്ച് അത് കുടിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. ഹോസ്പിറ്റലിൽ വൈകുന്നേരം പോയി ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ പോയത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടറുണ്ട്, പക്ഷേ ഞാൻ ചെന്ന വശം ഡോക്ടർ പെട്ടെന്ന് ഡോക്ടർക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ റെസ്റ്റ് റൂമിൽ കയറി. അപ്പോൾ വേറെ ആരും ഇല്ല, ഡോക്ടേഴ്സ് ഇല്ല അവിടെ. എന്നിട്ട് ഞാൻ ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കും വേറൊരു ഡോക്ടർ വന്നു. ഡോക്ടർ വന്ന വഴിയാണ് എനിക്ക് കയ്യുമ്മയും ഹിപ്പിലും ഓരോ ഇഞ്ചക്ഷൻ തന്നിട്ട് പറഞ്ഞു നാളെ തന്നെ പോയി യൂറിൻ കൾച്ചർ ചെയ്യണം,
എന്നിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. പിറ്റേ ദിവസം യൂറിൻ കൾച്ചർ ചെയ്തു. അപ്പോൾ ആ വേദന അപ്പം തന്നെ എൻ്റെ നിന്നു. യൂറിൻ കൾച്ചർ ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഭയങ്കരമായിട്ട് കൂടി, ഇത് യൂട്രസിലേക്ക് ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്, അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. പക്ഷേ ഡോക്ടർ, ഞാൻ മുമ്പ് യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ ഞാനിങ്ങനെ മരുന്ന് സ്ഥിരമായിട്ട് വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കും. അത് വേദന വരുമ്പോൾ ഞാനത് അപ്പം എടുത്ത് കഴിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ അത് മാറിപ്പോവും. പക്ഷേ അത് ആ മരുന്ന് കഴിച്ചിട്ടും എനിക്കത് നിന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഡോക്ടറെ കണ്ടപ്പോഴും ഡോക്ടർ എനിക്ക് എഴുതി തന്നത് ആ മരുന്ന് തന്നെയാണ് എഴുതി തന്നെ. പക്ഷേ ഞാൻ ആ മരുന്ന് കഴിച്ചില്ല. പിന്നെ എനിക്ക് ഇന്ന് വരെ ആ യൂറിൻ ഇൻഫെക്ഷൻ, ഇപ്പോൾ ഒരു വർഷമായി എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ എന്നുള്ളൊരു അസുഖം ഇന്ന് വരെ എനിക്ക് വന്നിട്ടില്ല. പിന്നെ നാലാമത്തെ സാക്ഷ്യം എൻ്റെ അമ്മയുടെ മുട്ടുവേദനയാണ്. അമ്മയ്ക്ക് ഒരു 35 വർഷത്തിന് മേലെയായി മുട്ട് വേദനയാണ്, മുട്ട് തേയ്മാനാണ്. അപ്പോൾ അമ്മ ചെറുതിലായിരുന്ന സമയത്ത് തന്നെ ഇടത്തെ മുട്ട് വളയില്ല. വാഷ്റൂമിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇടത്തെ മുട്ട് നിർത്തി വെച്ചിട്ടാണ് ആൾ വാഷ്റൂമിൽ പോവുക. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വയസ്സായി തുടങ്ങിയപ്പോൾ ആൾക്ക് 2 മുട്ടും പ്രശ്നമായി. നടക്കാൻ പറ്റാത്ത അവസ്ഥ, ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ, വേദന. 6 മാസം കൂടുമ്പോൾ 2 മുട്ടിലും ഇഞ്ചക്ഷൻ ചെയ്യും. ആ ഇഞ്ചക്ഷനും പിന്നെ ആൾക്ക് ഏൽക്കാണ്ടായി. പിന്നെ എന്നും വേദനയുടെ ടാബ്ലറ്റ് കഴിക്കും. ഇതിന് വേറെ മരുന്നുകളൊന്നുമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. ഒന്നില്ലെങ്കിൽ ഇഞ്ചക്ഷന് നിൽക്കുക 6 മാസം എന്നുള്ളത് കാലയളവ് കുറച്ച് 3 മാസത്തേക്ക് ആക്കാൻ പറഞ്ഞു. പക്ഷേ അത് പിന്നെ ബുദ്ധിമുട്ടുള്ള കാരണം ആൾ ഗുളികമ കഴിച്ചു. പക്ഷേ അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ അമ്മോട് പറഞ്ഞു ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട്, ഉടമ്പടി ഞാൻ നോക്കിക്കോളാം, അമ്മ എനിക്ക് സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അമ്മ അതും പ്രകാരം അമ്മ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടിയും ചെയ്തു. അമ്മയുടെ മുട്ടുവേദന, 2 കാലിൻ്റെയും മുട്ടുവേദന പൂർണ്ണമായി മാറിപ്പോയി. 1 വർഷമായി ആൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ 4ാമത് ഞാൻ വെച്ചത്, 5ാമത്തെ എൻ്റെ നിയോഗം, ഞങ്ങളുടെ വീടിൻ്റെ മുകളിലേക്ക് അയലക്കത്തെ വീടിൻ്റെ വലിയൊരു തെങ്ങും കേടായൊരു തെങ്ങും ഒരു പ്ലാവും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് പഞ്ചായത്തിലൊക്കെ ഞങ്ങൾ അപേക്ഷ കൊടുത്തു. പക്ഷേ 4 വർഷം ഞങ്ങളതിൻ്റെ പിന്നാലെ നടന്നു. എന്നിട്ട് ഇപ്പോൾ ഈ കൊല്ലം ഞങ്ങളത് എന്നും ഞങ്ങൾ ആ മരത്തുമ്മേ ഉടമ്പടി തൈലും ഉപ്പും പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. കാരണം നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് പോവും. കാരണം കട ആകെ കേടായൊരു തെങ്ങാണ്, പ്ലാവും കേടായതാണ്. അപ്പം ഞങ്ങൾ ഓരോ മഴ വരുമ്പോഴും പേടിച്ച് വീടിൻ്റെ മുന്നിൽ നിന്ന് മുകളിലേക്ക് നോക്കി കൊന്തെത്തിച്ച് നിൽക്കും. പക്ഷേ ഇന്ന് വരെ ഒരു കുഴപ്പം വന്നില്ല. പക്ഷേ ഇപ്പം കൊല്ലം പഞ്ചായത്തുകാരത് മുറിച്ച് തരാമെന്നുള്ള ഇതിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിന് മാത്രമല്ല, ആ ഭാഗത്ത് അവരുടെ പറമ്പിന് ചുറ്റും ഈ മഹാഗണി വലിയ കാട് പോലെ നിൽക്കുകയാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, ഞങ്ങളുടെ മാത്രമല്ല അത് മുഴുവൻ മുറിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു ആശ്വാസം. എല്ലാവരും പഞ്ചായത്തിൽ കയറി ഇറങ്ങാണ് മരങ്ങൾ മുറിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ അത് ഉള്ളിൽ വെച്ച് അത് മുറിച്ച് മാറ്റാൻ അവരത് കച്ചവടം ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നു. അത് ആ മരങ്ങൾ മുഴുവൻ കച്ചവടമായിപ്പോയി. പിന്നെ എനിക്ക് കിട്ടിയത്, ഞാൻ ഒന്ന് വീണു. കഴിഞ്ഞ ഡിസംബർ 23-ാം തീയതി ക്രിസ്മസിൻ്റെ കരോള് പോകണമെന്ന് ഞാൻ പണികളൊക്കെ കഴിച്ച് കുളിച്ച് ക്രിസ്മസ് കരോളിൻ്റെ കൂടെ കൂടാൻ വേണ്ടി വേഗം ബാത്റൂം കഴുകി. സോപ്പിട്ട് ബാത്റൂം കഴിയുമ്പോൾ ഞാൻ തിരക്കിൻ്റെ ഉള്ളിൽ ഞാൻ കാലുകൊണ്ട് വെള്ളം തട്ടി കളഞ്ഞു. ആ വെള്ളം സോപ്പും വെള്ളമായിരുന്ന കാരണം ഞാൻ അങ്ങനെ തന്നെ പിന്നിലേക്ക് മറിഞ്ഞു വീണു. പിന്നിലേക്ക് വീണ് തല താഴെ ചെന്ന് അടിച്ചു. താഴെ ചെന്ന് അടിച്ചപ്പോൾ എനിക്ക് തല എന്തോ ഒരു പഞ്ഞി പോലത്തെ ഒരു സംഭവത്തിലാണ് ചെന്ന് അടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചത് തല പൊളിഞ്ഞു. അത് അത്രയും സ്ട്രോങ്ങിലാണ്. മുടി തീരെ ഇല്ലാത്ത കാരണം മുടിക്കെട്ടുമ്പോൾ എല്ലാം തല നിന്നേന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഒന്നില്ലെങ്കിൽ തല എൻ്റെ മരയിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ തലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു. അപ്പോൾ ഇത്തിരി നേരം ഞാൻ അവിടെ തണ്ടലും കാലും ഒക്കെ താഴ്ത്ത് ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ട് അടിച്ചു. ഇത്തിരി നേരം ഞാൻ അവിടെ കിടന്നപ്പോൾ വീട്ടിൽ ആരും ഇല്ല, മൂത്ത മോള് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും വാതിൽ പൂട്ടി കരോളിന് പോയി. ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മോൾ എന്നെ കാണാണ്ടായപ്പോൾ ആ മോള് വന്ന് വിളിച്ചു. അമ്മ എന്തേ ചെയ്യണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീണു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ, എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല, ബാത്റൂമിൻ്റെ വാതിൽ ലോക്ക്, റൂമിൻ്റെ വാതിൽ ലോക്ക്. പുറത്തുനിന്ന് ആർക്കെങ്കിലും എന്നെ എനിക്ക് എന്തെങ്കിലും പറ്റി എടുക്കാൻ വരണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ചിട്ട് വേണം അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ബോധം അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ കൈകുത്തി എണീറ്റപ്പോൾ എൻ്റെ ബ്ലഡ് കണ്ടമാനം പോകുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് കാല് മുറിഞ്ഞു. കാല് അടിച്ച് ടൈൽസുമ്മ കൊണ്ട് അടിച്ച് ടൈൽസ് പൊട്ടിപ്പോയി. ആ ടൈൽസിൻ്റെ ഉള്ളിൽ കാല് കയറി കാലിൻ്റെ ചെറുവിരൽ മുറിഞ്ഞു. ബ്ലഡ് ഇങ്ങനെ നല്ലപോലെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. കൈകുത്തി ഞാൻ വൈപ്പമ്മ പിടിച്ച് എണീറ്റ് മുറി വന്ന് ആ മുറിയിൽ ഞാൻ അപ്പം തന്നെ ഉപ്പിട്ടു, തൈലം കൊണ്ട് കൂട്ടിപ്പിടിച്ച് അമർത്തി പിടിച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആ മുറിവ് നിന്നു. വേഗം ഞാൻ കുളിച്ച് പുറത്തിറങ്ങി കരോളിന് പോയി.
കരോളിന് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് എനിക്ക് വേദനയുണ്ട്. കാരണം പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഇത്ര സ്ട്രോങ് ആയി വീഴ്ചയായ കാരണം പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കും. അതിനാണ് ഞാൻ പെട്ടെന്ന് കരോളിന് പോയത്. അപ്പോൾ ഒരു 5-6 മണിക്കൂർ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കരോൾ കഴിഞ്ഞ് 5-8 കിലോമീറ്റർ കരോളിന് നടന്നു, ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു വീഴ്ചയെ പറ്റി എനിക്ക് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും യേശുനാഥനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി നിർത്തും. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ എല്ലാ ഞായറാഴ്ചയും അനാഥാലയങ്ങളിൽ പോവും, അവരെ കുളിപ്പിക്കാൻ സഹായിക്കും. പിന്നെ വഴിയോരങ്ങളിലിരിക്കുന്നവർക്ക് ഭക്ഷണങ്ങൾ കൊണ്ടുകൊടുക്കും, വസ്ത്രങ്ങൾ കൊണ്ടുകൊടുക്കും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം പാവപ്പെട്ടവർക്കായിട്ട് ഞാൻ ചെയ്യും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യണത്, ഞാൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പത്രങ്ങൾ കൊണ്ടുകൊടുക്കും. വീടിൻ്റെ അയൽവക്കങ്ങളിലും കൊടുക്കും. ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്നത് ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ട് അവരൊന്ന് പറയും. കൂടുതലും പറയുക നമ്മുടെ ക്രിസ്ത്യാനികൾ തന്നെയാണ് പറയുക. പക്ഷേ വിജാതീയരായാലും ആരും ഇന്ന് വരെ ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും പറഞ്ഞിട്ടില്ല. ഒരു കൃപാസന മാതാവിൻ്റെ പത്രം തരട്ടെ ചോദിക്കുമ്പോൾ ആ ചേച്ചി ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പോകാറുണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്നേ പറയാറുള്ളൂ. പക്ഷേ നമ്മുടെ ക്രിസ്ത്യാനികളായവരാണ് പറയുക ഇതിൻ്റെയൊക്കെ ആവശ്യമില്ല, എല്ലാവിടെയും മാതാവുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ ഈ ഒരു പത്രം ഉണ്ടായിട്ടാണോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയേ? ഈ പത്രം കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല എന്നൊക്കെ ചോദിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും യേശുനാഥനും 1000 നന്ദി പറഞ്ഞു.